പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കിയ അസ്ഗർ അലി ഫൈസിക്ക് പിന്തുണയുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധർ. അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കാൻ ആരാണ് അധികാരം നൽകിയതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്. എന്താണ് അർത്ഥം? ഗൃഹനാഥനെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയോ? ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഒരു വീട്ടിന്റെ നാഥനെ പിടിച്ച് പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത, ഏത് നിലയിലാണ് അവകാശം? ഭരണഘടനാപരമായി നിലനിൽക്കാത്ത, സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും അല്പം പോലും നീതി പുലർത്താത്ത ഇത്തരത്തിലുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അച്ചടക്കമുള്ള സംഘടനകളായതുകൊണ്ട് ഞങ്ങൾ നേതൃത്വം പറഞ്ഞു ഇതിന് ഉടനെ തീരുമാനമെടുക്കാൻ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അസ്ഗർ അലി ഫൈസി ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കുന്നു. ഞങ്ങളെ മനസ്സ് നൊമ്പരം കൊണ്ട്, വേദന കൊണ്ട്, വെമ്പൽ പൂണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ തീർച്ചയായും സമസ്തയുടെ എല്ലാ ഘടകങ്ങളും സർവാത്മന പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സന്ദേഹവുമില്ല, സംശയവുമില്ല. അനൽക സെയ്ദാണ് ചേരുന്നത് വിവരങ്ങളുമായി. അനൽക, സമസ്തയ്ക്കുള്ളിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള പോര് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു വാർത്ത പോലും അല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളെ പിടിച്ച് പരസ്യമായ വാക്പോര് അതാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുതിർന്ന നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഒരു സമവായ നീക്കം, അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഈ ഘട്ടത്തിൽ? ലക്ഷ്മി വന്ന ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം നോമ്പിന് മുമ്പ് ഈ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നത്തിൽ തന്നെ ഈ സമസ്ത നേതൃത്വം അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വം ഇടപെട്ട് തന്നെ ഒരു മധ്യസ്ഥത ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു നോമ്പിന് മുമ്പ്. എന്നാൽ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഏതായാലും വീണ്ടും ആ പ്രശ്നം പഴയപടി തന്നെ പുറത്തേക്ക് വരികയാണ്. അതായത് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ മതപണ്ഡിതനും അതോടൊപ്പം തന്നെ അധ്യാപകനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ അസ്ഗർ അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ കഴിഞ്ഞ മാസം SKSFിൻ്റെ ആദർശ സമ്മേളനത്തിൽ വെച്ച് അസ്ഗർ അലി ഫൈസി ഇത്തരത്തിലൊരു സാദിഖ് അലി തങ്ങൾക്കെതിരെ ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരുന്നു. ആ വിമർശനം ഇങ്ങനെയായിരുന്നു: ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, എല്ലായിടത്തും നിരങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണെന്നുമായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. അത് പരോക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു. അതായത് ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മുജാഹിദിൻ്റെയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പരോക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത്. ഇതിൽ തന്നെ ഈ പട്ടിക്കാട് ജാമിയ നൂരിയ അധ്യാപകനായിരുന്ന ഈ അസ്ഗർ അലിക്കെതിരെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ പ്രതിഷേധമുയർത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമിയ നൂരിയയിലെ ഭരണസമിതി ചേർന്ന് ഇത്തരത്തിൽ അസ്ഗർ അലിയെ പുറത്താക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ് അസ്ഗർ അലി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുറത്താക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഈ അസ്ഗർ അലിയുടെ ശിഷ്യന്മാരുടെ സംഘടനയായിട്ടുള്ള ഈ തൊലബ സ്റ്റുഡൻറ് അസോസിയേഷൻ നേതൃത്വത്തിലായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്കകത്തായിരുന്നു ഈ SOSന്റെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കാട് ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. അതായത് അസ്ഗർ അലിക്കെതിരെയുള്ള ഈ പുറത്താക്കൽ, അതിൽ പ്രതിഷേധമുണ്ട്. എന്തായാലും സമസ്തയുടെ മറ്റെല്ലാ ഘടകങ്ങളും ഈ പ്രതിഷേധത്തിൽ ഭാഗമാവും. ഇത് ഇവിടെ വെച്ച് തീരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയുടെ സംഘടനകൾ, ഈ പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറയുന്നത് സമസ്ത സ്ഥാപിച്ച ഒരു മത വിദ്യാഭ്യാസ കേന്ദ്രമാണ് 1963. ഇതിൽ തന്നെ ഇത്തരം സമസ്തയുടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ മുജാഹിദ് ആശയക്കാർ, വഹാബി ആശയക്കാർ അധ്യാപകരായി പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെ എന്ത് വില കൊടുത്ത് ഇതിന് പ്രതിരോധിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെയും ഇത്തരത്തിൽ വിമർശനമുണ്ട്. അതായത് PMA സലാം സമസ്തയുടെ അധ്യക്ഷനെയും സമസ്തയുടെ നേതൃത്വത്തെ നിരന്തരമായി സാമൂഹിക മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ വാർത്താ ചാനലുകളിലൂടെയൊക്കെ വിമർശിക്കുന്നു. ഇതിനെതിരെ ഒരു വിമർശനം ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള OP അഷ്റഫ്, അതോടൊപ്പം തന്നെ സത്താർ പന്തുല്ലൂർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ലീഗ് വിരുദ്ധരൊക്കെ തന്നെ ഇന്നലെ പെരിന്തൽമണ്ണയിൽ നടന്ന ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിരുന്നു. 1000-ലധികം പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ
പരിപാടി എന്ന് പറയുന്നത് ലീഗ് നേതൃത്വത്തെ ആകെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പട്ടിക്കാട് ജാമ്യാനൂരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിൻ്റെ സമസ്തയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംഘടനയാണ്. സമസ്തയാണ് അതിൻ്റെ ഭരണഘടനയും കമ്മിറ്റിയും ഒക്കെ തന്നെ തയ്യാറാക്കിയത് സമസ്തയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സമസ്തക്കകത്ത് മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ വീണ്ടും ഇത് അസ്കർ അലി ഫൈസിക്കെതിരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സമസ്ത ലീഗ് വിരുദ്ധർ ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത്. ലക്ഷ്മി പത്മ.